പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവകരുണയുടെ തിരുനാൾ ദിവസമാണെന്ന്, ഒപ്പം പുതുഞായറും ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും, പ്രത്യേകിച്ച് തോമാസ് ലീഗായുടെ മക്കളാണ് നമ്മൾ. നമുക്കെല്ലാ അനുഗ്രഹവും ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ലഭിക്കട്ടെ. ഒപ്പം ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഗീത പുസ്തകത്തിൽ 108 അധ്യായത്തിൽ 4-ാമത്തെ ലിഖിതം, സംഗീത പുസ്തകം 108:4, അങ്ങയുടെ കാരുണ്യം ആകാശത്തെക്കാൾ ഉന്നതമാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. കർത്താവിൻ്റെ കരുണ മേഘങ്ങളോടും എത്തുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അനുഭവിച്ച ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ച് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് രാജിൽ സോജൻ. ഞാൻ ഇടുക്കി രൂപതയിലെ പാറത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു. ഇടുക്കി പാറത്തോട് എത്രമാത്രം ദൂരം യാത്ര ചെയ്താണ് ഇവരിവിടെ എത്ര നിങ്ങൾ ചിന്തിച്ചോ? എൻ്റെ മകൾ ആൻഡ്രിയ സോജന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ ഡിസംബർ 11 ഹോളി സ്പിരിറ്റ് ഈവനിങ് കണ്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ശുശ്രൂഷ അഭിഷേകനുണ്ട്. ആ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞ എല്ലാ ബുധനാഴ്ചയും, ഞായറാഴ്ച കേൾക്കാൻ പറ്റാത്തവർക്ക് ലൈവായി ബുധനാഴ്ച അട്ടപ്പാടിയിൽ നിന്ന് റൂഹാമൗണ്ട്, അച്ഛൻ താമസിക്കുന്ന ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൻ്റെ പേര് റൂഹാമൗണ്ട് ആശ്രമം. അവിടെ നിന്ന് ലൈവായിട്ട് ഹോളി സ്പിരിറ്റ് ഈവനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ബുധനാഴ്ച 6:30 മുതൽ 9:00 വരെ ചെറിയൊരു കൺവെൻഷനുണ്ട്. ആ കൺവെൻഷൻ കൂടി നിങ്ങൾ അവിടെ ഇടുക്കി വെച്ച് കൂടിക്കൊണ്ടിരുന്നു, വീട്ടിൽ ഇരുന്ന് കൂടുമായിരുന്നു. അപ്പം അന്ന് സാംസണച്ചനായിരുന്നു ഹോളി സ്പിരിറ്റ് ഈവനിങ് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആരാധനയുടെ സമയത്ത് സാംസണച്ചൻ ഇങ്ങനെ പറഞ്ഞു, വിസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളെ ഓസ്ട്രേലിയക്ക് നേഴ്സിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പ്രോസസ്സിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഡിസംബർ 12 അവർ നമുക്ക് വിസയ്ക്ക് വെക്കാനായിട്ട് നമ്മളോട് പറഞ്ഞു. ഡിസംബർ 11 പ്രാർത്ഥിച്ചു, 12 വിസയ്ക്ക് പൈസ അടയ്ക്കാൻ പറഞ്ഞു. വിസയ്ക്ക് പൈസ അടച്ചു. 3 മിനിറ്റിനുള്ളിൽ വിസ കിട്ടി. ഈ പൈസ അടച്ച് പെട്ടെന്ന് എവിടേക്കുള്ള വിസ കിട്ടിയത്? ഓസ്ട്രേലിയക്കുള്ള വിസ ഗ്രാൻഡഡ് നോക്കി. അപ്പോൾ 11-ാം തീയതി ഹോളി സ്പിരിറ്റ് ഈവനിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സാംസണച്ചൻ, വട്ടാഴ്ചയിലേക്ക് അവിടുത്തെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നത് സാംസണച്ചനാണ്. സാബു ബ്രദറുണ്ട്, സാംസണച്ചൻ, ഇവർ രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് ശുശ്രൂഷ. അപ്പോൾ സാംസണച്ചൻ ആരാധന മുമ്പ് പറഞ്ഞു, കുറച്ച് പേര് വിസയ്ക്ക് വെക്കണ പോലെ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം, അതെല്ലാം ഇപ്പോൾ വെച്ചങ്ങ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അച്ഛൻ ഇവിടുന്ന് ആശീർവദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓൺലൈനിലാണ് ശുശ്രൂഷ, ലൈവാണ്. റൂഹാമൗണ്ടിലെ അൾത്താരയിൽ നിന്നാണ് ആശീർവദിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരൊറ്റ ബ്ലെസ്സിങ് കണ്ടു കൊടുത്തു. ഇവരാ ബ്ലെസ്സിങ് സ്വീകരിച്ച് പിറ്റേ ദിവസം കൊണ്ട് പണം അടച്ച് 24 മണിക്കൂറിനുള്ളിൽ 3 മിനിറ്റ് ഓട്ടോ ഗ്രാൻഡ് വഴി. ഓട്ടോ ഗ്രാൻഡോ? ദൈവമേ, എന്തൊക്കെയാ ഓട്ടോമൻ ചക്രവർത്തി പണ്ട് കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒക്കെ പുതിയ സംവിധാനങ്ങളായി. ഞാനൊക്കെ ഒരു വിസയ്ക്ക് കൊടുത്താൽ 6 മാസം 3 മാസമൊക്കെ പിടിച്ചിട്ടുള്ളത്. ഈ അയർലൻഡ് വിസയും പിന്നെ ചില കാനഡ വിസ എന്നൊക്കെ പറഞ്ഞ സമയം പിടിച്ച് നമ്മളെ. ഇത് 3 മിനിറ്റ് കൊണ്ട് വിസ. ദൈവത്തിന്റെ അനുഗ്രഹം. എന്ത് പറയാനാ? എല്ലാം നമുക്കൊരു പ്രാർത്ഥിച്ച ഒരു ദൈവമേ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങനെ. അപ്പൊ 15 ദിവസം മുതൽ, അതായത് ഈ അമ്മ വിസയ്ക്ക് വെച്ചിട്ട് കൊന്തയെങ്കിലും ചെല്ലെന്ന് വിചാരിച്ചു, അതിന് പോലും സമയം കിട്ടി. 15 ദിവസം മുതൽ 45 ദിവസം വരെയാണ് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വരുന്നതെന്നാണ് അവരന്ന് നമ്മളോട് ഏജൻസി പറഞ്ഞത്. ഇത് AI ചെക്ക് ചെയ്തു, കൊച്ചിന്റെ പേപ്പർ എല്ലാം കറക്റ്റ് ആണ്. ഈ AI എന്ന് പറഞ്ഞ പരിപാടി അവിടെയും കയറി കൂടി. AI ചെക്ക് ചെയ്ത് അപ്പം തന്നെ 3 മിനിറ്റ് കൊണ്ട് വിസ ഗ്രാൻഡഡ്.
അപ്പോൾ സാംസണച്ചൻ പറഞ്ഞായിരുന്നു, ഡിസംബറിൽ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ സാംസണച്ചനോട് പറഞ്ഞു ഈ മാസം ചിലപ്പോൾ ഈ വിസയ്ക്ക് വെക്കാൻ പറ്റുമെന്ന്. അന്നേരം സാംസണച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു വിസയ്ക്ക് ഒരു തടസ്സവും കൂടാതെ വിസ കിട്ടാനായിട്ട്. അതുപോലെ ദൈവം ബ്ലസ് ചെയ്തു. സാംസണച്ചൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും വെളുപ്പിന് 3 മണിക്ക് ഇവിടെ നിന്ന് ഈ തണുപ്പത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. മൊത്തത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിത് വളരെയധികം അതിശയമായി തോന്നുന്നു. അവിടെ ആ ഏജൻസിയിൽ ആകെപ്പാടെ 3 പേർക്ക് ഇങ്ങനെ ഒരു വിസ കിട്ടിയിട്ടുള്ളതെന്നും പറഞ്ഞു. ആകെ ചരിത്രത്തിൽ 3 പേർക്ക് ആ ഏജൻസി കൊടുത്തതിൽ ഇങ്ങനെ വിസ അടിച്ചിട്ടുണ്ട്. ഈ വർഷം കിട്ടിയത് 3 മിനിറ്റ് കൊണ്ട് വിസ അടിക്കുക. എന്താ വിൻസെന്റ്, എനിക്ക് ഒരു ഏജൻസിയിൽ പോയി വിസയ്ക്ക് വേണ്ടി വെക്കാൻ പറഞ്ഞപ്പോൾ 15 ദിവസം മുതൽ 45 ദിവസത്തിന്റെ ഉള്ളിലാണ് വിസ കിട്ടുക. പക്ഷെ ഇവര് പ്രാർത്ഥിച്ച ബലത്തില്, ഹോളി സ്പിരിറ്റ് കണ്ട് പ്രാർത്ഥിച്ച ബലത്തിൽ പിറ്റേ ദിവസം വെക്കുകയും 3 മിനിറ്റ് കൊണ്ട് കർത്താവ് വിസ അടിച്ച് ഇവരുടെ കയ്യിൽ കൊടുക്കും. അതായത് ഇവര് അതൊക്കെ കഴിഞ്ഞ് പേപ്പർ ഇവിടെ നിന്ന് മടക്കി എടുക്കുന്നതിന് മുമ്പ് വിസ അടിച്ചിങ്ങോട്ട് വന്നു. എന്താ ഇത്? ഈ അമ്മച്ചി ആണെങ്കിൽ ഇനി പോയിട്ടൊരു കൊന്തയിലട്ടെ ഒരു അഭിഷേകത്തിന് കാണണ്ട, അത് കഴിയുമ്പോഴത്തേന് വരുന്നു. ഇപ്പൊ അതിനൊന്നും നേരം കൊടുത്തില്ല. സന്തോഷം വന്നാൽ ജീവനോടെ കൈയടിച്ച്, ശക്തിയോടെ കൈയടിച്ച് കർത്താവ് യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പിതാവായ ദൈവ കൃപ വർഷിക്കുന്നു, അനുഗ്രഹം ചൊരിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ അനേക കുടുംബങ്ങൾ ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ അഭിഷേകാഗ്നിയിൽ. നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷയുടെ സമയത്ത് ഇപ്പോൾ പങ്കുചേരുന്ന ഓരോ ദൈവമക്കളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി മഞ്ഞ് പോലെ വ്യാപരിക്കാൻ ആഗ്രഹിച്ച് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ പാവനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ എന്നും. ഇസ്രായേലിൻ പരിശുദ്ധനേ, ഭൂസ്വർഗങ്ങൾക്കുടയവനേ, ഇസ്രായേലിൻ പരിശുദ്ധനേ, ഭൂസ്വർഗങ്ങൾക്കുടയവനേ, സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴും നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ. കരങ്ങൾ താഴ്ത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പാവനൻ പരിശുദ്ധൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഈ രാത്രിയിൽ ഓരോ കുടുംബങ്ങളിലേക്കും ദൈവകൃപയൊഴുകുന്നു, ദൈവത്തിന്റെ കരുണ ഒഴുകുന്ന അത്ഭുത നിമിഷങ്ങളിലേക്ക് ഓരോ മക്കളും കടന്നു വരട്ടെ. പരീക്ഷ കുട്ടികൾ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന യുവാക്കന്മാർ, SLC +2 വിദ്യാർത്ഥികൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. പാറായിലെ കൈപ്പുള്ള ജലം മാധുര്യമാക്കി മാറ്റിയവൻ, പാറായിലെ കൈപ്പുള്ള ജലം മാധുര്യമാക്കി മാറ്റിയവൻ, അലറി വരും ഒരു ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം, അലറി വരും ഒരു ചെങ്കടലിൽ പാതയൊരുക്കിയ പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ
കൃപ തൂകണമേ എന്നും. പോരാ പോരാ. പാവനനേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ. ബലവാനേ നീ പരിശുദ്ധൻ, കരമുയർത്തിയടിച്ച് അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ എന്നും. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. പോരാ പോരാ. കരമുയർത്തിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. സങ്കടങ്ങളിൽ ദൈവകരയൊഴുകട്ടെ. പരിശുദ്ധനായവൻ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ പ്രാർത്ഥിക്കുന്നു. പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, പ്രാർത്ഥിക്കുന്നു. അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ എന്നും. കരമുയർത്തിയടിച്ച് പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ. ഹല്ലേലൂയ 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 രോഗികളും പീഡിതരും സകലരിക്കുന്നവരും യേശുവേ 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 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ കരങ്ങൾ കൂപ്പി കണ്ണുകളാണ്. പാവനനേ നീ പരിശുദ്ധൻ, പ്രാർത്ഥിക്കുന്നു. ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ എന്നും. കൃപ തൂകണമേ എന്നും. കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഓരോ ദൈവമക്കളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ തുടർന്നുള്ള വചനത്തിൽ ആ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയും അഭിഷേകം എല്ലാം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തമായി നമുക്കിരുന്ന് വചനം ശ്രവിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ദൈവത്തിൻ്റെ കരുണ ഒഴുകുന്ന മണിക്കൂറാണ് ഇപ്പോൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അരമണിക്കൂർ സമയം നിങ്ങൾ കർത്താവിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവ കരുണ അനുഭവിക്കാൻ ഇന്ന് കർത്താവ് അവസരം നൽകും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തൻ്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരണ്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും വേദനയിലും ദുഃഖത്തിലും നിരാശയിലും ഇരിക്കുന്നവർക്ക് വരൾച്ച അതാ അവർക്ക് ആശ്വാസമായി ദൈവ കരുണ ഇന്ന് ഒഴുകുന്നു. വിശുദ്ധ ഗ്രന്ഥം നാം പരിശോധിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നാം ദൈവത്തെ കണ്ടെത്തുന്ന ഒരു രൂപം കരുണയുടെ രൂപത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം അതിൽ 34-ാം അധ്യായത്തിൽ 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നത്, 10,000-ങ്ങളോട്, ലക്ഷങ്ങളോട്, കോടികളോട്. ഈ ലോകത്തിൽ ഒരു ചെറു കുഞ്ഞ് അത്
ഏത് ജാതിക്കാരനാകട്ടെ, ഏത് വർഗമാകട്ടെ, ഏത് വ്യക്തികളാണോ കർത്താവിൻ്റെ കരുണയുടെ മുമ്പിൽ തലകുനിച്ചാൽ ദൈവം അവൻ്റെ മേൽ കരുണ ചൊരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകുന്ന ഒരു സംഭവം എൻ്റെ ഓർമ്മയിലുണ്ട്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടുള്ളവർക്കെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ ആബേൽ, കായേൻ എന്ന് 2 സഹോദരന്മാരെ കാണും. ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ച് ഒരേ രക്തം, സഹോദരന്മാർ, ഒരപ്പൻ്റെ മക്കളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഒരുവൻ്റെ ഒരു സഹോദരൻ, ജ്യേഷ്ഠനും, അവർ ഒരാൾ കായേൻ ആബേലിനെ അടിച്ചു കൊല്ലുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിച്ചു കൊല്ലും. എന്നിട്ട് അവന് കൂളായിട്ട് നടക്കുക. പക്ഷെ ദൈവത്തിനത് പിടിച്ചില്ല. ദൈവം അവനെ കണ്ടു. ഇതാ പറയാണ്, നിന്റെ സഹോദരൻ്റെ രക്തം ഈ ഭൂമിയിൽ നിന്ന് എന്നെ നോക്കി നിലവിളിക്കുന്നു. അതുകൊണ്ട് ദൈവം കായേനെ ശിക്ഷിക്കുകയാണ്. നമ്മൾ ആ വചനം വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 9 മുതൽ 12 വരെയുള്ള തിരുലിഖിതങ്ങൾ. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരില്ല. നീ ഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. നോക്ക, ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷ എന്ന് പറയാം. നീ ഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. നീ മണ്ണിൽ കിളച്ച് പണിയെടുത്താൽ അവിടെ നിന്ന് നിനക്കൊരു ലാഭമോ ഒരു കായ് കനിയോ പറിക്കാൻ പറ്റില്ല. കാരണം നിന്റെ സഹോദരൻ്റെ രക്തം ഈ ഭൂമിയിൽ നിന്ന് എന്നെ നോക്കി നിലവിളിക്കുന്നു. ഇത് കേട്ട കായൻ വിറച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. കരയാണ്, കർത്താവേ, ഞാൻ യാചിക്കുന്നു കരുണയ്ക്ക് വേണ്ടി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം. ഉൽപ്പത്തിയുടെ പുസ്തകം 4:13. കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇത് ഞാൻ എങ്ങനെ താങ്ങും? അവൻ്റെ കണ്ണ് നിറഞ്ഞ് ആ കണ്ണുനീര്, കൊലപാതകിയായ കായേൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കണ്ടപ്പോൾ ദൈവമായ കർത്താവിൻ്റെ ഹൃദയമലിഞ്ഞു. തൊട്ടടുത്ത വചനം 4:15 എന്താ പറയുന്നത്? കർത്താവ് പറഞ്ഞു, കായേനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. കായേൻ കർത്താവിന് കരഞ്ഞു, ഇത്രമാത്രം ശിക്ഷയേറ്റ് ഞാൻ പുറത്തേക്ക് പോകും. കാണുന്നവരെന്നെ പരിഹസിക്കും, അവരെന്നെ കല്ലെറിയും, അവരെന്നെ കൊല്ലും. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ മേൽ ഒരാളെ നിന്റെ ശരീരത്തെ തൊടാൻ ഞാൻ അനുവദിക്കുകയില്ല. കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കരുണയുടെ തിരുനാൾ ദിവസം. ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവ കരുണ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, കരുണ തോന്നണം എന്നോട്. കർത്താവിൻ്റെ കരുണയിലേക്ക് വരാനാണ് പറയുന്നത്. തിരുസഭയെ നയിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ആയ നിമിഷം തൊട്ട് പ്രസംഗിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണയിലേക്ക് വാ. ദൈവത്തിൻ്റെ കരുണ വാ. പാപ്പായി ഉടനെ തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യം ഇതാണ്, ഇതാ ദൈവത്തിൻ്റെ കരുണയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവ കരുണയുടെ കവാടം നമ്മുടെ മുമ്പിൽ മലക്കെ തുറന്ന പാപ്പ. വീണ്ടും നമ്മൾ തിരുസഭയിൽ കാണും വിശുദ്ധ ഫൗസ്റ്റീന, കരുണയുടെ മധ്യസ്ഥ, കരുണയുടെ വിശുദ്ധ, ദൈവ കരുണയുടെ പ്രഘോഷക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന മോണസ്ട്രിയുടെ കാര്യസം ഇത്രയേ ഉള്ളൂ, ദൈവ കരുണ പ്രഘോഷിക്കുക, ദൈവത്തിൻ്റെ കരുണയെ പ്രഘോഷിക്കുക. ഫ്രാൻസിസ് മാർ പാപ്പായുടെ പോലെ തന്നെ ഇതേ കരുണ ജനത്തോട് പ്രഘോഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ കരുണ നമ്മൾ അനുഭവിക്കണം. അതാണ് കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീന ഈ ദൈവ കരുണയുടെ പ്രഘോഷയായിരുന്നു.
പൗശീനയുടെ ഡയറിയിൽ 723 ഖണ്ഡികയിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: എല്ലാ ആത്മാക്കളെയും എൻ്റെ കരുണയാൽ ഞാൻ സമുദ്രിക്കും. ഒരുവൻ എത്ര വലിയ പാപിയാണോ അവൻ അത്രയധികം എൻ്റെ കരുണയ്ക്ക് അർഹതയുള്ളവനായിരിക്കും. എൻ്റെ കരവേലകളെല്ലാം എൻ്റെ കരുണയാൽ മുദ്രിതമാണ്. എൻ്റെ കരുണയിൽ ശരണം വയ്ക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റേത് മാത്രമാണ്. അവരുടെ ശത്രുക്കൾ എൻ്റെ പാദപീഠത്തിങ്കൽ ചിതറിക്കപ്പെടും. കണ്ടോ, ദൈവത്തിൻ്റെ കരുണയിലേക്ക് കടന്നു വരുന്നവരുടെ അവരെ ചൂഴ്ന്നു നിൽക്കുന്ന, അവരെ തകർക്കാൻ നിൽക്കുന്ന ശത്രുക്കൾ അവരുടെ കാൽ കീഴിൽ തന്നെ ചിതറിക്കപ്പെടും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കരുണ അത്രമാത്രം അനന്തമാണ്. സങ്കീർത്തനം 63:3, സംഗീത പുസ്തകത്തിൽ 63-ാം അധ്യായത്തിൽ 3-ാമത്തെ ലേഖനം: അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്, എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭാപിതാക്കന്മാരായ വിശുദ്ധ അഗസ്റ്റിനും വിശുദ്ധ തോമസ് അക്വീനാസും പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവ മനുഷ്യ ബന്ധത്തിൽ നാം വ്യക്തമായി കാണുന്ന ഒരു ഗുണവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ അവർ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ബന്ധത്തിൽ ഏറ്റവും പ്രത്യേകമായി കാണുന്ന ഒരു ഗുണവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ കരുണയാണെന്നാണ് ഈ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. വീണ്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, CNIയിലെ വിശുദ്ധ കാതറീൻ എഴുതി വച്ചിരിക്കുന്ന ഇതാണ്: ഓ കരുണയെ, നിന്നെ പറ്റിയുള്ള ചിന്തകളാൽ എൻ്റെ ഹൃദയം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ ചിന്തകൾ ഞാൻ എവിടേക്ക് തിരിച്ചാലും ഒന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, അങ്ങയുടെ കരുണ. ദൈവമേ, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു കാര്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇവിടെ കടന്ന് തൻ്റെ ദേവാലയത്തിലേക്ക്, ആ കത്തീഡ്രൽ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത്, ആ ബസിലിക്കയിലേക്ക് പോകുന്ന സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മെഹബത്ത് അലിയക്ക എന്ന് പറയുന്ന ഒരു തീവ്രവാദി, ഒരു മത തീവ്രവാദി അവിടെ മറഞ്ഞിരുന്ന് മാർപ്പാപ്പയുടെ നെഞ്ചിലേക്ക് 2 പ്രാവശ്യം നിറയൊഴിച്ചു. മാർപ്പാപ്പയുടെ ഹൃദയം 2 പ്രാവശ്യം സ്റ്റക്കായി എന്നാണ് പറയുക. മാർപ്പാപ്പയുടെ ഹൃദയം 2 പ്രാവശ്യം സ്റ്റക്കായി, രക്തം വാർന്നൊഴുകി, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ലോകത്തിലുള്ള സകല ജനതകളും മാർപ്പാപ്പയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാർപ്പാപ്പയുടെ ജീവന് വേണ്ടി കരുണയ്ക്ക്, ദൈവമേ മാർപ്പാപ്പയുടെ ജീവന്റെ മേൽ കരുണ ചൊരിയണമേ എന്ന് ജനം വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ തീവ്ര പരിചരണത്തിലൂടെ, ഓപ്പറേഷനിലൂടെ മാർപ്പാപ്പ ജീവനിലേക്ക് തിരിച്ചു വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വീണ്ടും കാണും, മാർപ്പാപ്പയ്ക്ക് ജീവൻ പ്രാപിച്ച് ഒന്ന് നടക്കാനായി വരുമ്പോൾ മാർപ്പാപ്പയുടെ ആദ്യത്തെ ആവശ്യം ഇപ്രകാരമായിരുന്നു: മെഹബത്ത് അലി അക്ക ഏത് ജയിലിലാണ് കിടക്കുന്നത്, എനിക്കവിടെ പോകണം, എനിക്കവിടെ പോകണം. അവൻ എനിക്ക് കാണും, അവൻ എൻ്റെ സഹോദരനാണ്, അവൻ്റെ സഹോദരനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മാർപ്പാപ്പയുടെ നിർബന്ധ ബുദ്ധി പ്രകാരം മാർപ്പാപ്പയെ ആ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. മെഹബത്ത് അലി അക്ക എന്ന് പറയുന്ന തീവ്രവാദിയെ കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് മാർപ്പാപ്പ പറയാണ്: ഈശോ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ മേൽ ദൈവം കരുണ ചൊരിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് യാതൊരു പരാതിയില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, തൻ്റെ നേരെ നിറയൊഴിച്ച ആ തീവ്രവാദിയായ ആ മനുഷ്യൻ്റെ നേരെ മാർപ്പാപ്പ കാണിച്ച കരുണ, സ്നേഹം, ഇതാണ് കർത്താവ് നമ്മൾ കാണുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹോശിയ പ്രവചനത്തിൽ 14-ാം അധ്യായത്തിൽ 4-ാമത്തെ ലിഖിതം, ഹോശിയ പ്രവചനം 14:4: ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും, കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ അംബ്രോസ് പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: കർത്താവായ യേശുവേ, ഞാൻ അങ്ങയുടെ വിരുന്ന് മേശയെ സമീപിക്കുന്നത് ഭയത്തോടും വിറയലോടും കൂടിയാണ്, കാരണം ഞാൻ പാപിയാണ്, എൻ്റെ യോഗ്യതയിൽ ആശ്രയിക്കാൻ എനിക്ക് ധൈര്യമില്ല, അങ്ങയുടെ നിർമ്മലതയിലും കരുണയിലും മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നമുക്ക് കർത്താവിൻ്റെ കരുണ
എത്രമാത്രം സ്വീകരിക്കാവോ അത്രയും സ്വീകരിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് ആരാധനയിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണ എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്നേഹം. അതാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യമായി നമ്മളോടൊപ്പം വസിക്കാൻ ഏറ്റവും എത്രമാത്രം ശൂന്യമാകാമോ അത്രയേറെ താഴത്തെ ലെവലിലേക്ക് ഈശോ എത്തി. ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവിന് സാന്നിധ്യമുണ്ട്. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ സങ്കടങ്ങളുണ്ട്. കായനെ കൊല്ലാതിരിക്കാൻ അവൻ നെറ്റിയിൽ ദൈവം അടയാളം പതിച്ചതുപോലെ നിങ്ങൾ തകരാതിരിക്കാൻ, പരാജയപ്പെടാതിരിക്കാൻ കർത്താവ് അവിടുത്തെ കരുണ ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരും മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെയും ലോകത്തിന് നാനാഭാഗങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കളുടെ മേൽ കരുണ ചൊരിയണം. അവരുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും പല വീഴ്ചകൾക്ക് കാരണമായിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തെ തള്ളി പറഞ്ഞ സമയമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഞങ്ങൾ നെളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുകയാണ്. വിദേശത്ത് പോകാൻ പറ്റാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, ഒരു വീട് വാടക വീട്ടിൽ നിന്ന് സ്വന്തമായൊരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഈ ദേശത്തൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അതുപോലെ ജീവിത പങ്കാളിയുടെ മദ്യപാനമോ മറ്റേതെങ്കിലും ദുശ്ശീലങ്ങളെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാർ, എല്ലാ നിയോഗങ്ങളും അച്ഛൻ പറഞ്ഞ എല്ലാ നിയോഗങ്ങളിലും മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ ചിലർക്ക് പല പാപങ്ങളും നിലച്ചതി ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, അവരും പ്രാർത്ഥിക്കും. ഈശോയെ, അവിടെ ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടവരുണ്ട്, മനസ്സിലാക്കുന്നില്ല ആരും എന്നെ. അങ്ങനെ എത്ര വേദനയുണ്ടോ, കർത്താവ് തൻ്റെ കരുണയിലേക്ക് ചേർത്ത് പിടിക്കുന്ന സമയം രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി, യേശുവേ യേശുവേ ദാവീദിന്റെ പുത്ര നിങ്ങൾ കനിയണമേ, ദാവീദിന്റെ പുത്ര നിങ്ങൾ കനിയണമേ എന്ന് ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഉച്ചത്തിൽ വിളിച്ച് ദാവീദിൻ പുത്രനാം യേശുവേ, കരുണ തോന്നണമേ. പ്രാർത്ഥിക്കുന്നു. ലോകപാപം നീക്കും ദൈവമേ, കാരുണ്യം ചൊരിയണമേ. ഉച്ചത്തിൽ വിളിച്ച് ദാവീദിൻ പുത്രനാം യേശുവേ, കരുണ തോന്നണമേ. ലോകപാപം നീക്കും ദൈവമേ, കാരുണ്യം ചൊരിയണമേ, കാരുണ്യം ചൊരിയണമേ.